നമസ്കാരം സർ. ഇപ്പോൾ ഈയിടെ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ നമ്മുടെ പഴയ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ പറഞ്ഞു, വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ജനത മുൻപന്തിയിൽ നിൽക്കുന്നു. പക്ഷേ ലോകം മുഴുവനും ഉപേക്ഷിച്ച കമ്മ്യൂണിസവും താങ്ങി നടക്കാനായിട്ട് മലയാളികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും അജിത് പ്രോപ്പ് എന്നൊക്കെ പറഞ്ഞവർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റോട് അങ്ങനത്തെ ഒരു താല്പര്യം ആൾക്കാർ കാണിക്കുന്നില്ല. മാത്രമല്ല അവരുടെ രാജ്യസ്നേഹത്തിൻ്റെ കുറവും ഒക്കെ നോർത്ത് ഇന്ത്യൻസിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. 1962 ചൈന വാർ നടക്കുന്ന സമയത്തൊക്കെ അവരുടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നോർത്ത് ഇന്ത്യക്കാർ അതൊട്ടും താല്പര്യം കാണിച്ചില്ല ആ കാര്യത്തിൽ. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കൂടുന്തോറും ഒരുപക്ഷെ കമ്മ്യൂണിസത്തോട് താല്പര്യം കൂടി വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്നത്? ബംഗാളായാലും ത്രിപുരയായാലും ഉപേക്ഷിച്ചു, ഈസ്റ്റ് യൂറോപ്പ് ഉപേക്ഷിച്ചു, എല്ലായിടത്തും ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര താല്പര്യത്തോടുകൂടി കൊണ്ട് നടക്കുന്നത്? സാർ, കേരളത്തിൽ ഒരിക്കലും കമ്മ്യൂണിസം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു സ്വപ്നമായിട്ട് കുറച്ച് പേര് കൊണ്ട് നടന്നിരുന്നു. പേഴ്സണലി ജീവിതത്തിൽ ലാളിത്യം പാലിക്കുന്ന ഹ്യൂമനിസ്റ്റുകൾ അത് എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ അത്തരക്കാർ കോൺഗ്രസ്സിലും സംഘപരിവാറിലുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹ്യൂമനിസ്റ്റുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവർ പോയി ഒരു പാർട്ടിയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് പോവും. അത് പിന്നെ ആ പാർട്ടി എന്തെല്ലാം പോക്കൃത്തരം കാണിച്ചാലും ഒക്കെ ഇവരങ്ങനെ സഹിച്ചും ക്ഷമിച്ചു. കാരണം ഇതിൻ്റെ കൂടെ പെട്ടുപോയി. അത് മാറിക്കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി പോകും. പോകെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്പൂർണ്ണമായിട്ട് ബൂർഷ്വാകളുടെ കയ്യിൽ പെട്ടു. വലിയ മുതലാളിമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസം എന്നേ മരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് പേരിട്ട ഒരു പാർട്ടി, അത് വൻപൻ പണക്കാരുടെ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരും അണികളും വമ്പൻ പണക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകളിൽ ലാളിത്യം എന്ന് പറയുന്നത് ഗൗരിയമ്മയെ കൊണ്ട് അവസാനിച്ചു. ഗൗരിയമ്മയാണ് ലളിതമായ വസ്ത്രധാരണവും ഒക്കെ ആയിട്ട് ജീവിച്ചൊരു സ്ത്രീ. അതിനുശേഷം അവരുടെ സ്ത്രീകളുടെ വേഷം നോക്കുന്നുണ്ടാവും. അസാമാന്യമായ പളപളപ്പുള്ള പട്ടുസാരികൾ, വലിയ പൊട്ട്, അത് ഇത് തൊട്ട് അവർ സിനിമാ താരങ്ങളെപ്പോലെയാണ് അവർ നടക്കുന്നതും അണിഞ്ഞൊരുങ്ങുന്നതെല്ലാം. അങ്ങനത്തെ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത്. അവരുടെ വീടിൻ്റെ മതിലിന് കുറഞ്ഞതൊരു 12 അടി പൊക്കം ഉണ്ടാകും. വലിയ ഗേറ്റ് ഉണ്ടാകും. അകത്ത് 2 പട്ടി ഉണ്ടാകും. എന്നിട്ട് അവിടെ ഇരുന്ന് അവർ പ്രസംഗിക്കും വീഡിയോയിലൂടെ. അതിരുകളില്ലാത്ത ലോകം വേണമെന്നും കഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ് താനെന്നും. പക്ഷേ വീടിൻ്റെ ഗേറ്റ് തുറന്നാൽ പട്ടി കടിക്കും നമ്മൾ. ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം. പാവങ്ങളോട് അറപ്പാണ്. സാർ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാവിൻ്റെ വായിൽ നിന്ന് തൊഴിലാളി എന്നൊരു വാക്ക് സാർ കേട്ടിട്ടുണ്ടോ? വളരെ ചുരുക്കമായിട്ടുള്ള തൊഴിലാളികൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. കുറച്ച് പേരുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നില്ല. അത് വേറെ കാര്യം. അപ്പോൾ തൊഴിലാളി വർഗം എന്നുള്ളത് പോയി. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, NGO, പിന്നെ സ്കൂൾ കോളേജ് അധ്യാപകന്മാർ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, SFI, DYFI, ഇതുപോലെയുള്ള ആക്രമകാരികൾ, ഇവരുടെയൊക്കെ കയ്യിലും നല്ല കാശുണ്ട്. എല്ലാവരും കാശുകാരാണ്. കാറില്ലാത്ത, അതിപ്പോൾ CPM മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിന് കാറില്ലാത്ത ആളായിട്ട് സാറിന് കാണാൻ പറ്റില്ല. അതും മിക്കവാറും ഇന്നോവ ക്രസ്റ്റ ആയിരിക്കും. അതിൽ താഴ്ന്ന കാറ് അവരുപയോഗിക്കാറില്ല. ഇതൊക്കെയാണ് കേരളത്തിലെ കമ്മ്യൂണിസം. ഇപ്പോൾ ഇതിനെ ഉപജീവിച്ച് ഇതിൽ നിന്നും വരുമാനമുണ്ട്. സർക്കാർ വരുമാനമുണ്ട്, അവാർഡുണ്ട്, സമ്മേളനമുണ്ട്, അതിൻ്റെ ബത്തയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് ഉപജീവനം നടന്നു പോകുന്നുണ്ട്. അതുപോലെ ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനും ആനുകൂല്യമൊക്കെ ഉള്ളവരാണ്. പക്ഷേ കേരളത്തിൽ ഒരു സ്റ്റാറ്റസും പ്രസിദ്ധിയൊക്കെ വേണമെങ്കിൽ
ഇടതുപക്ഷത്ത് നിൽക്കണം. അതുകൊണ്ട് അവരും ഇടതുപക്ഷത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, പ്രത്യേകിച്ച് സാംസ്കാരിക നായകനൊക്കെ ആവണമെങ്കിൽ കേരളത്തിൽ CPM-ൻ്റെ സപ്പോർട്ട് കൂടാതെ നടക്കും. സാംസ്കാരിക നായകൻ മാത്രമല്ല, നമുക്ക് നേരെ ചൊവ്വേ ശ്വാസം വിട്ട് ജീവിക്കണമെങ്കിൽ ഇടതുപക്ഷമാകണം എന്നുള്ള സ്ഥിതിയാണ്. അല്ലാത്തവരൊക്കെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ്. ഒരു തിരുവനന്തപുരം മുതൽ ഏകദേശം തൃശ്ശൂർ വരെ നോൺ ലെഫ്റ്റായിട്ട് സെക്കൻഡ് ക്ലാസ് സിറ്റിസണായിട്ട് സാറിന് ജീവിച്ചു പോകാം. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടായി കഴിഞ്ഞാൽ ഏത് നിമിഷവും സാറ് കൊല്ലപ്പെടാനും സാധ്യതയുണ്ട്. തെക്കോട്ട് അത് അധികമില്ല, ഉണ്ടായിരുന്നു. ബട്ട് അതിഭയങ്കരമായ തിരിച്ചടികൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നിന്നു. തിരുവനന്തപുരത്തെ മുരുക്കുമ്പുഴ, ആലപ്പുഴയിലെ കുട്ടനാട്, തൃശ്ശൂരെ കൊടുങ്ങല്ലൂർ, ഇവിടെയെല്ലാം അസാമാന്യമായ ചെറുത്തുനിൽപ്പ് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യാക്രമണം ഉണ്ടായി. അതോടെ വിഷമിച്ചു. അങ്ങനെ പൊതുവേ തിരുവിതാംകൂറുകാർ കൈവച്ച് കളിക്കുന്നവരല്ല, നാക്കുകൊണ്ടുള്ള കാര്യം. വടക്കോട്ട് അങ്ങനെയല്ല. അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വെട്ടാൻ തയ്യാറാണ്, കൊള്ളാൻ തയ്യാറാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സെക്കൻഡ് ക്ലാസ് സിറ്റിസണായിട്ട് ജീവിക്കാം, ദേഹോപദ്രവം ഉണ്ടാവില്ല എന്ന് ഏകദേശം ഉറപ്പിക്കും. അപ്പുറത്ത് അങ്ങനെയല്ല, വടക്കങ്ങനെയല്ല, നിങ്ങൾ കൊല്ലപ്പെടാം ഏത് നിമിഷവും. ഇപ്പോഴും കൊലപാതകങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 തവണ അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ട് 57ഉം 67ഉം കഴിഞ്ഞിട്ടാണ് AK ഗോപാലൻ്റെ ആത്മകഥ വരുന്നത്. ആ ആത്മകഥയിൽ AK ഗോപാലൻ എഴുതുന്നു, ഇത്രയേ ഉള്ളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പേടിച്ചു പോയല്ലോ എന്ന് കേരളത്തിലെ മുതലാളിമാരെ കൊണ്ട് നമ്മൾ പറയിച്ചു. കാരണം ഇത് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഇത് ഇത്രയ്ക്ക് ഉള്ളൂ, കാശ് കൊടുത്താൽ വിലക്കെടുക്കാവുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മുതലാളിമാർക്ക് മനസ്സിലായി. അതിന് മുമ്പ് തന്നെ മുതലാളിമാർ പാർട്ടിയിലേക്ക് കുടിയേറിയിരുന്നു. TV തോമസ് ഒന്നാന്തരം മുതലാളിയായിരുന്നു. TV തോമസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി കഴിഞ്ഞപ്പോൾ യഥാർത്ഥ തൊഴിലാളിയായിരുന്ന ആലപ്പുഴക്കാരൻ KV പത്രോസ് ചോദ്യം ചെയ്തു, ഇയാൾ ഏത് വകുപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിരിക്കുന്നത്? ഇത് തൊഴിലാളികളുടെ പാർട്ടിയല്ലേ? പക്ഷേ അപ്പോഴത്തേക്ക് സാധനങ്ങൾ കൈവിട്ടു പോയി. പാർട്ടി വാസ് പർച്ചേസ്ഡ് ബൈ റിച്ച് പീപ്പിൾ. ഇപ്പോൾ പാർട്ടിയെ കൊണ്ട് നടത്തുന്ന ആൾക്കാരും ഫിൽത്തി റിച്ചാണ്. 2ഉം 3ഉം വീടുകളും ഫ്ലാറ്റും കാറും ഒക്കെയുള്ളവർ. അവർ പാവങ്ങളെ പറ്റിയും പിന്നെ പാവങ്ങൾക്ക് കിറ്റ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസത്തെ പറ്റിയൊക്കെ അവർ ദീർഘമായിട്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നത് കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. അതേസമയം പാവങ്ങൾ ഇവരെ സമയത്തോളം ഇവർ അൺഅപ്രോച്ചബിളാണ് പാവങ്ങൾക്ക്. മാത്രമല്ല ഇവർക്ക് ജനാധിപത്യത്തോടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ഭയങ്കര സ്ട്രോങ് ആണ്, ചില സ്ഥലങ്ങളിൽ BJP ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോൾ കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക്. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ല. അവർക്ക് അവരുടെ പാർട്ടിയുടെ ആധിപത്യത്തിലാണ് വിശ്വാസം, ജനാധിപത്യത്തിനൊന്നും വിശ്വാസമില്ല. ജനാധിപത്യം അവരെ ആഗ്രഹിക്കുന്നത് അവർ ഡിഫെൻസീവിൽ നിൽക്കുമ്പോഴാണ്. ലൂയി ബെനിലോട്ട് എന്നാണ്, സായിപ്പ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ആർഗ്യുമെൻ്റ്, നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ജനാധിപത്യവാദികളായതിനാൽ ഞങ്ങൾക്ക് ജനാധിപത്യ അവകാശം തരണം. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ നിങ്ങൾക്ക് ജനാധിപത്യ അവകാശം തരില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വമെന്ന് അങ്ങേര് നേരത്തെ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അവരധികാരത്തിൽ വരുമ്പോൾ മറ്റാർക്കും അവകാശമില്ല, കാരണം അവർക്ക് അവകാശത്തിൽ വിശ്വാസമില്ല. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ സാറാണ് അധികാരത്തിലിരിക്കുന്നെങ്കിൽ സാറിൻ്റെ പ്രിൻസിപ്പിളല്ലേ ഡെമോക്രസി. അപ്പോൾ ആ അവകാശം എനിക്ക് തരണ്ടേ? ഞാൻ വരുമ്പോൾ നേരെ തിരിച്ചാണ്, എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ സാറിനും തരില്ല. അതേപോലെ ഇവരുടെ ഈ വികസനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും വളരെ വിചിത്രമാണെന്നാണ്. എല്ലാ വികസനത്തെയും ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതിനൊക്കെ തല്ലിപ്പൊളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞാലും കേരയിൽ വേണം, ബ്രൂവറി വേണം, അവർക്കെന്തെങ്കിലും കിട്ടാവുന്ന മെച്ചമുള്ള കാര്യത്തിൽ വികസനം എന്ന് പറഞ്ഞാൽ അവരധികാരത്തിലിരിക്കുമ്പോൾ മാത്രം. സാർ, ഇത് ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഇച്ചിരി വ്യത്യസ്ത അഭിപ്രായം പറയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. അതെ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ സാറ് നോക്കിക്കോളൂ,
ഭരണകക്ഷി എന്ത് കൊണ്ടുവരുന്നോ പ്രതിപക്ഷം അതിനെ എതിർക്കും, അതേ സാധനം പ്രതിപക്ഷം കൊണ്ടുവരും, അതേ ഭരണകക്ഷി ഇതിനെ എതിർക്കുകയും ചെയ്യും. നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിലൊരു വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നത് ജി എസ് ടി കോൺഗ്രസും കൂടെ ചേർന്നാണ് GST പാസ്സാക്കിയത് നാട്ടിൽ. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ GSTക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അവരും കൂടെ ചേർന്ന് പാസ്സാക്കിയതാണ് GST. അതല്ലാതെ പാസ്സാക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് നരേന്ദ്രമോദിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. അപ്പോഴാണ് GST എന്നുള്ള ആശയം കൊണ്ടുവരുന്നത് തന്നെ കോൺഗ്രസ്സാണ്. അതിൽ ടാക്സ് ഇത്ര % പറ്റില്ല, അതില്ലെന്ന് പറഞ്ഞാൽ അന്ന് BJP വല്ലാതെ ബഹളം വെച്ചു. പിന്നെ അത് അടുത്ത സർക്കാരിൽ പോയി, അത് നടന്നില്ല. പിന്നെ അടുത്ത സർക്കാരിൽ അങ്ങനെ 3 or 4 സർക്കാർ കഴിഞ്ഞിട്ടാണ് ഈ കോൺഗ്രസും BJPയൊക്കെ ചേർന്ന് ഒരു അറേഞ്ച്മെൻറ്റിൽ എത്തിയിട്ടത് പാസ്സാക്കിയത്. പാസ്സാക്കി കഴിഞ്ഞ് പിന്നെ അതിനെ കുറ്റം പറയാമോ? മിയർലി ബിക്കോസ് യു ആർ ഇൻ ദ ഓപ്പോസിഷൻ യു ആർ ബ്ലെയിമിങ്. അപ്പം അങ്ങനെ കേരളത്തിൽ ഇപ്പോഴും ഇത് കമ്മ്യൂണിസം വളരെ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആർക്കും അതിനോട് പാർട്ടി നിലനിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു കോളസംഘം പാർട്ടി നിലനിൽക്കുന്നു. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.